കൊച്ചി ചെല്ലാനത്ത് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരാതിക്കാരുടെ വാദങ്ങൾ തള്ളുന്ന ദൃശ്യങ്ങളും രേഖകളും പുറത്തുവിട്ടു പോലീസ്. പരുക്കേറ്റ യുവാക്കൾ സഞ്ചരിച്ചത് അമിത വേഗത്തിലെന്നും ഇവർ മദ്യപിച്ചിരുന്നു എന്നും വ്യക്തമാക്കുന്ന പരിശോധനാ ഫലം പുറത്തുവിട്ടിട്ടുണ്ട്. യുവാക്കൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. യുവാക്കൾ ആലപ്പുഴ പോലീസിൽ നൽകിയ പരാതിയിലും അന്വേഷണമുണ്ടാകുമെന്നും കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. പറഞ്ഞത് കേൾക്കാം. ഒരു മദ്യപിച്ച് ബൈക്ക് ഓടിച്ച് വരുന്ന ആൾക്കാർ പോലീസ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ കൈകാണിച്ച് നിർത്താൻ പറയുമ്പോൾ നിർത്താതെ പോയി. അങ്ങനെ ഒരു പോലീസുകാരെ ഇടിച്ചിട്ട് പോലീസുകാർ ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളൊരു കേസ് എടുത്തു. അവർ മറ്റ് ബൈക്ക് യാത്രക്കാർ ആലപ്പി ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഇങ്ങോട്ട് അയച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പ്രോപ്പറായ ഒരു അന്വേഷണം നമ്മൾ നടത്തും. ആസ്പത്രിയിലെത്തിയത് ഇപ്പോൾ നമുക്ക് മനസ്സിലായത് അവിടെ സെൽഫ് ആക്സിഡൻ്റ് ആയിട്ടാണ് അവിടെ എത്തിയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളെല്ലാം പരിശോധിക്കും. അവരുടെ എലിഗേഷൻസ് എന്താണ് അത് നോക്കിയിട്ട് പ്രോപ്പറായ എൻക്വയറി നടത്തും. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരിയ, ഇതിലിപ്പോൾ യുവാക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട്, അതിന്മേലും അന്വേഷണം ഉണ്ടാകും. കൂടാതെ പോലീസ് ചില രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും അന്വേഷണം ഉണ്ടാകുമെന്നാണോ കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത്? അനുജ, തീർച്ചയായിട്ടും അന്ന് ഈ ചെല്ലാനം ഹാർബറിൽ ഈ അപകടം നടക്കുന്ന സമയത്ത് ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. അതിലും കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷണർ പറയുന്നു. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് യുവാക്കൾ 2 പേരും ഇന്നലെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതി ഇപ്പോൾ നമ്മുടെ ഇവിടെ കമ്മീഷണർക്ക് ആ പരാതി കൈമാറി വന്നിട്ടുണ്ട്. അതിലും അന്വേഷണം നടക്കുകയാണ്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം യുവാക്കൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കണ്ണമാലി പോലീസിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വലിയ തരത്തിലുള്ള ഈ യുവാക്കളെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല, മനഃപൂർവ്വം കയ്യിൽ പിടിച്ച് താഴെയിടുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സഹതാപം തോന്നുന്ന രീതിയിൽ കയ്യിലുണ്ടായിരുന്ന ബെൽറ്റ് ഉപയോഗിച്ച് പുറകിൽ കെട്ടിയാണ് യുവാവിനെ, തന്റെ സുഹൃത്തിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് എന്നുമുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങളും അതോടൊപ്പം തന്നെ സഹതാപ പ്രകടനങ്ങളുമാണ് ഇന്നലെ നടന്നത്. പക്ഷേ അതെല്ലാം തെറ്റാണ് എന്ന് കാണിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. 2 CCTV ദൃശ്യങ്ങളും അതോടൊപ്പമുള്ള ആശുപത്രി ഫലവുമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഒരു CCTV ദൃശ്യം അമിത വേഗത്തിലാണ് ബൈക്ക് സഞ്ചരിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യമാണ്. അതിൽ മറ്റൊന്ന് എന്ന് പറയുന്നത് ആശുപത്രിയിലേക്ക് ഈ യുവാക്കൾ എത്തിയ ആശുപത്രിയിലേക്ക്, അതായത് സംഭവം നടക്കുന്നത് ചെല്ലാനം ഹാർബറിന് സമീപമാണ് എങ്കിൽ അവിടെ നിന്നും 50 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലാണ് ഈ യുവാവിനെ എത്തിക്കുന്നത്. അവിടെ തന്നെ ഇവരുടെ വാദം തെറ്റാണ് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കള്ളങ്ങൾ പൊളിയുകയാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ഗുരുതരമായിട്ട് ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഏത് ആശുപത്രിയാണോ ഉള്ളത് ആ ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുക. പക്ഷേ അവിടെ നിന്ന് വിഭിന്നമായിട്ട് 50 കിലോമീറ്റർ അകലെയുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ബെൽറ്റ് കൊണ്ട് പുറകിൽ കെട്ടിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റ് എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യവും അതിലുണ്ട്. ആ CCTV ദൃശ്യത്തിൽ കാലിന് ചെറിയ രീതിയിലുള്ള ഒരു പരിക്ക് യുവാവിന് പറ്റിയിട്ടുണ്ട്. 2 പേരും ഈ ബെൽറ്റ് കെട്ടിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത്. അവർ ആശുപത്രിയിലേക്ക് ചെല്ലുന്നു. ആശുപത്രി എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആശുപത്രി അധികൃതരോട് ഇവർ പറഞ്ഞത് നായ കുറുകെ ചാടിയാണ് അപകടം ഉണ്ടായത് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മാധ്യമപ്രവർത്തകർ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഇവർ ഞങ്ങൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതും, അതായത് ഇന്നലെ അവർ പൂർണ്ണമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ആശുപത്രിയുടെ പരിശോധനാ ഫലവും പുറത്തു വന്നിട്ടുണ്ട്. 2 പരാതിയിന്മേലും എന്തായാലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും മനഃപൂർവ്വം ഇടിച്ച് താഴെയിടാൻ ശ്രമിച്ചുവെന്നും അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കണ്ണമാലി പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട്. ആ കേസിന്മേലുള്ള അന്വേഷണം നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് യുവാക്കൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബവും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരാതിയിന്മേലും എന്തായാലും അന്വേഷണം നടന്നു വരികയാണ്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.